Hello my dear students, welcome back to our next session. In this session we can discuss about corporate financial reporting. Have you heard about corporate financial reporting? First we have to understand financial reporting. What do you mean by financial reporting? It is the process of the communication of financial information to the external world. It is the communication of financial information to the external world. That is financial reporting. Every company prepares its financial statement in order to communicate it with the external world. അപ്പോൾ ഏതൊരു കമ്പനി ആയാലും അതിൻ്റെ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ എക്സ്റ്റേണൽ വേൾഡിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിനുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ തയ്യാറാക്കി മാനേജ്മെൻറ്റിന് നമ്മൾ പല എക്സ്റ്റേണൽ പാർട്ടീസിന് നമ്മളത് പ്രസൻറ്റ് ചെയ്യുന്നത്. വാട്ട് ആർ ദ എക്സ്റ്റേണൽ പാർട്ടീസ് ടു എ ബിസിനസ്? ഇൻവെസ്റ്റേഴ്സ്, അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ്, അങ്ങനെയുള്ള ആളുകളാണ് അല്ലേ. ഇപ്പോൾ മാനേജ്മെൻറ്റിനായാലും ഇൻവെസ്റ്റേഴ്സിനായാലും ക്രെഡിറ്റേഴ്സിനായാലും ഇതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ടു എക്സ്റ്റേണൽ വേൾഡ്, ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. Process of producing it involves process of producing statements and disclose organizational financial status to the interested parties. ഇനി എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്? ഇറ്റ്സ് എ പ്രോസസ് ഓർ സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് ദാറ്റ് produces statements and disclose organizational financial status to the interested parties. Those who are interested to the business, these informations are communicated to the interested പാർട്ടീസ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇതാണ്, ഇതിനകത്ത് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ഡിസ്ക്ലോസ് ചെയ്യുക? ഡിസ്ക്ലോസ് മീൻസ് റിവീൽ ചെയ്യുന്നു ദ ഓർഗനൈസേഷണൽ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്. ആരാണോ ഇതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പാർട്ടികൾ അവർക്ക് ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ആ സ്റ്റേറ്റ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അത് ഡിസ്ക്ലോസ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ദെൻ കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഇസ് എ സീരീസ് ഓഫ് ആക്ടിവിറ്റീസ്. It involves record and report the data over time. Financial reporting consisting of recording and reporting the data over time. എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യുന്നു, അറ്റ് ദ സെയിം ടൈം അത് റിപ്പോർട്ട് ചെയ്യുന്നു, സമയാസമയങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ടൈം എങ്ങനെയാണെന്ന് വെച്ചാൽ വീക്ക്ലി ആവാം, ഓർ മന്ത്ലി ആവാം, ഇയർലി ആവാം, ഹാഫ് ഇയർലി ആവും. അങ്ങനെ ഏതാണോ നമ്മുടെ കംഫർട്ട് ആയിട്ടുള്ള ടൈം ആ ടൈമിനനുസരിച്ച് അത് റെക്കോർഡ് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക. ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പറയുക ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ദാറ്റ് ഈസ് ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ഓർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എക്സ്റ്റേണൽ വേൾഡിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് വേരിയസ് ആക്ടിവിറ്റീസ് ലൈക്ക് റെക്കോർഡിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ്. Then we can discuss about the financial reporting process. There are 4 processes are taken place in the financial reporting. Financial reporting takes place ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ 4 പ്രോസസ്സുകളാണുള്ളത്. What are the 4 processes involved in financial reporting process? Perception, symbolizing, analyzing and communication. What are they? Perception, symbolizing, analyzing and communication. Perception is the process of perceiving or identifying what are the activities involved in the ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷനിൽ എന്തെല്ലാം ആക്ടിവിറ്റീസ് ഉണ്ട് എന്ന് നമ്മൾ പെർസീവ് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ മനസ്സിലാക്കുക. അതാണ് പെർസെപ്ഷൻ. പെർസെപ്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ് വാട്ട് ആർ ദി various activities involved in the organization. The second process is symbolizing. Provide symbols and numbers to the recognized activity. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ആക്ടിവിറ്റികൾക്ക് നമ്മൾ സിമ്പൽ കൊടുക്കുകയാണ്, അതല്ലെങ്കിൽ നമ്മൾ അതിനെ നമ്പർ കൊടുക്കുകയാണ്. അതിനെയാണ് നമ്മൾ പറയുക സിംപലൈസിങ് എന്ന് പറയാം. Then after symbolization, perception and symbolization, we can analyze the activities. We can analyze the activities and interpreting the activities. നമുക്ക് അതിനുശേഷം ഈ ആക്ടിവിറ്റീസ് എത്രമാത്രം റെലവൻ്റ് ആണ് അനലൈസ് ചെയ്യാൻ, നമ്മൾ അതിനെ സ്റ്റഡി ചെയ്യുക in order to identify various interrelation between the activities. We have a lot of activities may taken place in the organization. ഓർഗനൈസേഷനിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ ആക്ടിവിറ്റീസിനിടയിലുള്ള ഇന്റർ റിലേഷൻഷിപ്പ് അത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അനലൈസിങ് ചെയ്യണം. അനലൈസിങ് മീൻസ് സ്റ്റഡിയിങ് ദ ഇന്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയസ് ആക്ടിവിറ്റീസ് ഇൻവോൾവ്ഡ് ഇൻ ദി ഓർഗനൈസേഷൻ. ദെൻ ദ ലാസ്റ്റ് വൺ, ആഫ്റ്റർ പെർസെപ്ഷൻ, സിംപലൈസിങ്, അനലൈസിങ്,
it must be communicated to the external world. It must be communicated to the external world. It involves management, investors, creditors, and so on. These are the 4 activities taken place in the financial reporting process. The next one is objectives of financial reporting. For what purpose we conduct financial reporting, or what are the purposes behind under financial reporting? Financial reporting എന്തെല്ലാം ഒബ്ജക്റ്റീവ്സ് ആണ് ഉള്ളത്? ഫസ്റ്റ് വൺ, ഇറ്റ് പ്രൊവൈഡ്സ് ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ ടു മാനേജ്മെന്റ്, ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്. Not only for present investors but also for potential investors. Information is given to management, investors and creditors. ഇവിടെ നമുക്ക് ഈ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന്, ഫ്യൂച്ചറിൽ ആകാൻ പോകുന്ന ഇൻവെസ്റ്റേഴ്സിന്, ഇപ്പോഴുള്ള ഇൻവെസ്റ്റേഴ്സിനും ഒക്കെ നമ്മൾ ഇൻഫോർമേഷൻ കൊടുക്കുന്നു. വാട്ട് കൈൻഡ് ഓഫ് ഇൻഫോർമേഷൻ ക്യാൻ പ്രൊവൈഡഡ് ബൈ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്? Financial information provided to management, investors, creditors. They can take decision on the basis of such information. Second one, it provides information about economic resources of the firm. What are the economic resources of a firm? ഒരു ഫേമിൻ്റെ ഇക്കണോമിക് ആയിട്ടുള്ള റിസോഴ്സുകളെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻ ഇത് പ്രൊവൈഡ് ചെയ്യുന്നു. ഇറ്റ് പ്രൊവൈഡ് ഇൻഫോ അബൌട്ട് ഫിനാൻഷ്യൽ പെർഫോമൻസ്. ആ ഫേമിൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസിലേക്കാണ് ഇത് ഹൈലൈറ്റ്സ് കൊടുക്കുന്നത്. ദെൻ ഇറ്റ് പ്രൊവൈഡ് ഇൻഫോർമേഷൻ അബൌട്ട് ദ ഏർണിങ്സ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ഏർണിങ്സിലേക്ക് എത്രയാണ് അതിൻ്റെ ഏർണിങ്സ് എന്ന് ഇൻഫോർമേഷൻ കൊടുക്കുന്നു. ദെൻ ഇൻഫോ അബൌട്ട് ഹൗ ആൻ എൻ്റർപ്രൈസ് ഒബ്റ്റെയിൻസ് ആൻഡ് സ്പെൻഡ്സ് ക്യാഷ്. എവിടെ നിന്നാണ് ഒരു ഫേമിന് ക്യാഷ് കിട്ടുന്നത്, അത് എവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ഇൻഫോർമേഷൻ അബൌട്ട് ഒബ്റ്റെയിൻസ് ആൻഡ് സ്പെൻഡ്സ് ഓഫ് ക്യാഷ്. ക്യാഷ് എവിടെ നിന്ന് വരുന്നു, ആ ക്യാഷ് എവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു, അതിനെക്കുറിച്ചൊരു ഐഡിയ കൊടുക്കാനായിട്ട് ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന് സാധിക്കും. ഇൻഫോ അബൌട്ട് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ. എത്ര എമൗണ്ട് ആണ് ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളത്, എത്ര എമൗണ്ട് ആണ് നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, എത്ര പെർസെൻറ്റേജ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് വഴി നമുക്ക് കിട്ടും. Then information about the factors that may affect the liquidity and solvency of the enterprise. It also provides or highlights the factors like liquidity and solvency of the enterprise. ഫേമിന് എത്രമാത്രം ലിക്വിഡ് ആണ് ഫേം, അതുപോലെ എത്രമാത്രം സോൾവെൻ്റ് ആണ് ഫേം. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ക്യാഷ്, ലിക്വിഡായിട്ട് ക്യാഷ് എത്രയുണ്ട്, അല്ലെങ്കിൽ ക്യാഷാക്കി മാറ്റാനുള്ള അബിലിറ്റി എത്രയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ലിക്വിഡിറ്റി. സോൾവൻസി മീൻസ് ഡെറ്റ് പേയിങ് കപ്പാസിറ്റി. ഇതൊക്കെ അറിയാനായിട്ടുള്ള ഇൻഫോർമേഷൻ കൊടുക്കുന്നു. Then information about how management of an enterprise has discharged its responsibilities. As a management, it has to discharge various functions related to various groups. അല്ലേ, ഒരു മാനേജ്മെൻറ്റിന് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിനോട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. മെയിൻലി ദ റെസ്പോൺസിബിലിറ്റി ഗോസ് ടു സൊസൈറ്റി. സൊസൈറ്റിയോടുണ്ട്, അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിനോടുണ്ട്, അതുപോലെ തന്നെ എംപ്ലോയീസ്, ക്രെഡിറ്റേഴ്സ്, അങ്ങനെയുള്ള ഓരോരുത്തരോടും അതിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് എത്രമാത്രം അത് പെർഫോം ചെയ്തിട്ടുണ്ട്, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് കാണിക്കാനായിട്ട് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സഹായിക്കുന്നു. ഇറ്റ് പ്രൊവൈഡ് ഇൻഫോർമേഷൻ ടു ടേക്ക് ഡിസിഷൻ ബൈ മാനേജ്മെൻറ്റ്. ഒരു മാനേജ്മെൻറ്റിന് ഡിസിഷൻസ് എടുക്കാനുള്ള ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻ കൊടുക്കാനായിട്ട് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് വഴി സാധിക്കുന്നു. ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് വഴി നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ബേസിൽ മാനേജ്മെൻറ്റിന് ഡിസിഷൻസ് എടുക്കാം. Then accounting standard. Accounting standard. Accounting, we have already known, accounting is the language of business. Every language possesses its own rules. Like accounting is a language, so it possesses some rules. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് ആണ്. ഏതൊരു ലാംഗ്വേജിനെ പോലെയും അക്കൗണ്ടിങ്ങും ചില റൂൾസും റെഗുലേഷൻസും ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. ദീസ് ആർ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. In short, accounting standards are certain set of standards, rules, guidelines based on the principles and methods of accounting to be followed to have uniformity in technology, approach and presentation of result. ഇനി എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ്. ചില റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ആണ്. എന്തുമായി ബേസ് ചെയ്യുന്ന റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ആണ്? ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡിനെ ബേസ് ചെയ്യുന്ന സം റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ആണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. എന്തിനാണ് നമ്മളിത് ഫോളോ ചെയ്യുന്നത്? ടു ബി ഫോളോഡ്. എന്തിനു വേണ്ടിയാണ് നമ്മളിത് ഫോളോ ചെയ്യുന്നത്? ടു ഹാവ് യൂണിഫോമിറ്റി ഇൻ ടെക്നോളജി, അപ്രോച്ച് ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് റിസൾട്ട്.
ഉപയോഗിക്കുന്ന ആ ടെക്നോളജി അത് ഒരേപോലെയാകാൻ വേണ്ടി എല്ലാവിടെയും വേൾഡിൽ തന്നെ എല്ലാവരും ഒരേപോലെ യൂസ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ അപ്രോച്ചുകൾ പ്രസൻറ്റ് ചെയ്യുന്നതെല്ലാം ഒരേ യൂണിഫോമിറ്റി കൊണ്ടുവരാൻ വേണ്ടി ഉള്ള ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ളതിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയാം. Then we can define the accounting standard. Accounting standards are written policy statement issued by expert accounting body or by government or other regulatory body covering the aspects of recognition, measurement, treatment, presentation and disclosure of accounting transaction in the financial statement.